പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്? സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, ക്യാഷ് ബുക്ക്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു മിനിറ്റ്സിന്റെ രൂപത്തിലുണ്ടായിരിക്കും. നമ്മൾ ഡെയിലി വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം അതിൽ പേന കൊണ്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ മാനുവലായിട്ട് വരച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നത്. എന്തായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്? ടാലി, ക്യുക്ക് ബുക്സ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുന്ന രൂപത്തിലേക്കായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് നമുക്ക് പ്രസന്റ് ചെയ്തത്. ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആവത്തില്ല. നമ്മൾ പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്ന കുറേ സിയേഴ്സും അതേപോലെ തന്നെ അക്കൗണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? മാൻഡേറ്ററി ആയിട്ടും എല്ലാവരും ഈ സിസ്റ്റത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ പുതുതായിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താണ് AI? ഹ്യൂമൻ ബീങ്സിന്റെ ഇന്റലിജൻസ് ആവശ്യമുള്ള എല്ലാ ടാസ്കും പെർഫോം ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയാണ് നമ്മൾ AI എന്ന് പറയുന്നത്. ഈ AI നമ്മുടെ ജോബ്സ് റീപ്ലേസ് ചെയ്യും, ഇനി നമുക്ക് അങ്ങോട്ട് ജോബ് ഉണ്ടാവത്തില്ല, ഇങ്ങനെയുള്ള കുറേ കമന്റ്സ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഏരിയയിൽ എങ്ങനെയാണ് AI ഇൻവോൾവ് ചെയ്യുന്നത്? നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടോ? നമ്മൾ എങ്ങനെയാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മുടെ ഫിനാൻസ് ഏരിയയിലേക്ക് AI ഓൾറെഡി ഇൻവോൾവ് ആയിട്ടുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ, അതുപോലെ ഇൻവോയ്സ് ഓട്ടോമേഷൻ, ടാക്സ് കംപ്ലൈൻസ്, ഈ കാര്യങ്ങളെല്ലാം ഇന്ന് AI ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു നാനോ നെറ്റ്സ്, ഫാതം AI, കോ പൈലറ്റ്, ഇങ്ങനെയുള്ള ടൂൾസ് എല്ലാം നമുക്ക് റീകൺസിലേഷൻ ആണെങ്കിലും ഇൻവോയ്സ് പ്രോസസ്സിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ ഗ്രോക്ക്, ടാക്സ് കംപ്ലൈൻസിനൊക്കെ ആണെങ്കിലും ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോബ്സിന് ഇതൊരു ഭീഷണിയാണോ? ഒരിക്കലും അല്ല. നമ്മൾ ഇതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം AIക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ബിസിനസ്സിൽ AIക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റില്ല, അതുപോലെ നമ്മൾ ഇനി എങ്ങനെയാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ത്യയിലുള്ള ടാക്സ് സ്ട്രക്ചർ കുറച്ച് കോംപ്ലക്സ് ആണ് ബാക്കി കൺട്രീസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ടാക്സ് സ്ട്രക്ചറിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ AIക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു ഏരിയയിൽ നമുക്ക് അതിന്റെ സാന്നിധ്യം കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. കോംപ്ലക്സ് റീകൺസിലേഷൻ ഒന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇതുവരെ AIക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ ക്ലയന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ വെൻഡേഴ്സ് ആയിക്കോട്ടെ, അവരുമായിട്ടുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരും.